welcome back to 3ds Max 22 Beginners Tutorial by Qimetron Academy. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ 3ds Maxൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. 3ds Maxൽ നമുക്ക് അവർ ഡിഫോൾട്ട് ആയിട്ട് കുറേ ഒബ്ജക്ട്സ് നമുക്ക് പ്രീസെറ്റ് ആയിട്ട് തരുന്നുണ്ട്. ഈ ഒബ്ജക്ട്സ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു 3D വ്യൂ പോർട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഓപ്ഷനെ നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് എങ്ങനെയാണ് ഈ വ്യൂ പോർട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു, എങ്ങനെ ഇതിനെ മൂവ് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം പെർസ്പെക്റ്റീവ് വ്യൂവിനെ Alt W അടിച്ചിട്ട് മാക്സിമൈസ് ചെയ്യാൻ പോവാം. മാക്സിമൈസ് ചെയ്തു, എന്നിട്ട് Alt സ്ക്രോൾ ബട്ടൺ അമർത്തിയിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗിളിലോട്ട് ഞാൻ ഇതിനെ ആംഗിൾ മാറ്റും. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലെ കമാൻഡ് പാനലിൽ പ്ലസ് വെച്ചിട്ടുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് വൺ ജോമെട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻസിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒബ്ജക്ട്സ് കുറേ സബ് ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതെല്ലാ ഓപ്ഷൻസിലും നമുക്ക് പുതിയൊരു പ്രീസെറ്റ് ആയിട്ട് കിട്ടുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പ്രീസെറ്റ് ടൂൾസ് ആണ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ക്രിയേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എടുക്കാം ഇപ്പോഴത്തേക്ക്. എന്നിട്ട് നമുക്കൊരു ബേസിക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ബേസിക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വ്യൂ പോർട്ടിൽ എവിടെയാണ് നമുക്ക് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് ഈ ഗ്രിഡിൽ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ഒരു ക്ലിക്ക് കൊടുത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിന് ലെങ്ത് ആൻഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനിപ്പോൾ ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ മൗസ് പോയിന്റർ നമ്മുടെ മൗസിലെ ലെഫ്റ്റ് ക്ലിക്ക് വിടുക. എന്നിട്ട് ജസ്റ്റ് മൗസ് ഡ്രാഗ് ചെയ്താൽ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന ഡയറക്ഷൻ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം തൊട്ട് നമുക്ക് ഇതിന് ഹൈറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് ഓക്കെ ആണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈ സാധനത്തിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ക്രിയേഷനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ആക്സിസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആക്സിസിനാണ് നമ്മൾ ഗിസ്മോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം നമുക്ക് ഹൈലൈറ്റ് ആയി വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ലെയർ എക്സ്പ്ലോറർക്ക് നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ നെയിമാണ് ബോക്സ് 001. ഈ ബോക്സിന് നമുക്ക് വേറെ ഏത് നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതിന് നെയിമും കൊടുക്കാം, ഇതിന്റെ കളറും മാറ്റാം. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് കമാൻഡ് പാനലിൽ നെയിം ആൻഡ് കളർ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിന്റെ നെയിം കൊടുക്കാം. ഇപ്പോഴത്തേക്ക് ഞാൻ പിങ്ക് ബോക്സ് നേടാം. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കളർ നമുക്ക് ഈ കളർ പാലറ്റിന് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇപ്പൊ നമുക്ക് ഇതിന്റെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്, നമുക്ക് എക്സാക്ട് വാല്യൂ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ഒരു റെക്ടാംഗിൾ ബോക്സ് വിത്ത് 15 by 14 സെന്റിമീറ്റർ ഹൈറ്റ് 10 സെന്റിമീറ്റർ വേണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കത് എക്സാക്ട്ലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ നല്ല പാടാണ്, എക്സാക്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം ബേസിക് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പാനൽ, അതായത് കമാൻഡ് പാനലിൽ മോഡിഫൈ സെക്ഷനിൽ പോകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ പാരാമീറ്റേഴ്സ് കാണാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ മോഡിഫൈ പോയപ്പോൾ ഇവിടെ ഒന്നും ഹൈലൈറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ മോഡിഫിക്കേഷൻ ടാബിലോട്ട് പോകുമ്പോഴേക്കും നമുക്കിവിടെ ഇതിന്റെ പാരാമീറ്റേഴ്സ് കാണാൻ പറ്റും. പോരാണ്ട് ഇവിടെയും നമുക്ക് നെയിമിങ് കളറിങ്ങും മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മാറ്റണം എന്നില്ല. ഒരു വട്ടം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ടാബിൽ നമുക്ക് ഇവിടെയും മാനുവലി നെയിമും കളറും മാറ്റാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം നമുക്ക് വേണ്ട രീതിയിൽ. ഇതിപ്പോൾ MM-ലാണ് കിടക്കുന്നത്. സോ നമുക്ക് 3ds Maxൽ കുറെ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് യൂണിറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത് ആ യൂണിറ്റിൽ ഇവിടെ സെറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളർ ആവും. അത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മെനു ബാറിൽ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ മെനു എടുത്താൽ നമുക്ക് ഇവിടെ യൂണിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ യൂണിറ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു വിൻഡോ പോപ്പപ്പ് വരും. ഇതിൽ നമുക്ക് ഡിസ്പ്ലേ യൂണിറ്റ് സ്കെയിൽ, മെട്രിക് ഉണ്ട്, US സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം.
എന്നിട്ട് ഞാനിപ്പോൾ മെട്രിക്കും മില്ലിമീറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ മില്ലിമീറ്റേഴ്സിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ പോയാൽ നമുക്ക് സെൻറ്റിമീറ്ററുണ്ട്, കിലോമീറ്റർ ഉണ്ട്, മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് സെൻറ്റിമീറ്റർ ആക്കിയാൽ മതി. അതുപോലെ നിങ്ങൾ ഇഞ്ചസിലാണ് ചെയ്യുന്നതെങ്കിൽ US സ്റ്റാൻഡേർഡിലോട്ട് പോകണം. US സ്റ്റാൻഡേർഡിൽ നമുക്ക് അതുപോലെ തന്നെ ഫ്രാക്ഷൽ ഇഞ്ചേഴ്സ്, ഡെസിമൽ ഇഞ്ചേഴ്സ്, അങ്ങനെ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് ആ സാധനം സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പൊതുവെ ഞാൻ വർക്ക് ചെയ്യുന്നത് എല്ലാം മില്ലിമീറ്ററിലാണ്. എന്നിട്ട് സെൻറ്റിമീറ്ററിലാണ് പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. സിമിലർലി ഇഞ്ചസ് ആണ്, ഞാൻ അതിന് മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റ് അങ്ങനെയാണ്. കൺവീനിയൻസിന്റെ കാരണം ഞാൻ ഫ്യൂച്ചർ ഇതിൽ ചാപ്റ്റേഴ്സിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ് മില്ലിമീറ്റർ ആക്കി. ഇപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണുന്ന മില്ലിമീറ്റർ ഇല്ലേ, ഇവിടെ നമുക്ക് ഒരു വാല്യൂ ഇടുമ്പോഴേക്കും അതിന് സൈഡിൽ നമുക്ക് അതിൻ്റെ ഒരു മെട്രിക് കാണുന്നുണ്ട്, യൂണിറ്റ് സ്കെയിലുണ്ട്. അതാണ് ഈ ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് മെയിൻ സാധനം. അപ്പോൾ നമ്മൾ ഇതിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ മില്ലിമീറ്റർ ആണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇഞ്ചസിലാണ് കിടക്കുന്നത് വെച്ചാൽ ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ മില്ലിമീറ്ററിൽ ഇടുമ്പോഴേക്കും ഇത് അതിനെ ഇഞ്ചസിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡൽ ആക്യുറേറ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 50 mm ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് 50 mm ആണ്, ഞാനിപ്പോൾ സെൻറ്റിമീറ്റർ വെച്ചു, എനിക്ക് 50 ഓക്കെ അടിച്ചു. അപ്പോൾ ഞാനിപ്പോൾ 50 mm എനിക്ക് ക്ലയൻറ്റ് തന്നതിന് 50 mm ഹൈറ്റ് ആണ് എനിക്ക് ക്ലയൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 50 mm ഇടും. പക്ഷേ നമ്മൾ സിസ്റ്റം യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 50 mm അത് അതിൻ്റെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. 50 mm എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് കാണുമ്പോൾ മാറ്റമൊന്നും വരത്തില്ല, നമുക്ക് 50 mm തന്നെ കിടക്കുന്നത്. പക്ഷെ അത് മറ്റേ യൂണിറ്റ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫയല് ഇപ്പം ആരെങ്കിലും ഈ വർക്ക് ഫയൽ ചോദിച്ചു, അപ്പോൾ നമ്മൾ ഈ വർക്ക് ഫയൽ വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുമ്പോൾ അയാളുടെ സിസ്റ്റത്തിൽ ഈ സൈസ് വേരി ആവാൻ ചാൻസ് ഉണ്ട്, ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട് സൈസിൽ. അപ്പോൾ നമ്മൾ ഈ വിഷ്വലൈസേഷൻ ഫീൽഡിൽ പെർസ്പെക്റ്റീവും പ്രൊപ്പോർഷൻസും അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കിടക്കുന്നത്. മെഷർമെന്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കിടക്കുന്നത്. നിങ്ങളിപ്പോൾ പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ്സ് ആണ് അൾട്ടിമേറ്റ്. യൂണിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡയമെൻഷൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ എന്താണ് മാനുഫാക്ചറിങ്ങിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മളെ ക്ലയൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും കോളേജ് പ്രൊജക്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. രണ്ടും സെയിം യൂണിറ്റ് സെറ്റപ്പിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അതായത് ഇതും മില്ലിമീറ്റർ ആയിരിക്കണം, ഇതും മില്ലിമീറ്റർ ആയിരിക്കണം. അതായത് ഡിസ്പ്ലേ യൂണിറ്റ് ആൻഡ് സിസ്റ്റം യൂണിറ്റ് എപ്പോഴും സെയിം വെക്കുക. അതാകുമ്പോൾ നമ്മളിപ്പോൾ ഫയൽ സെൻഡ് ചെയ്താലും ഇപ്പോൾ അയാൾ ഫീറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അയാളെ ഇതിൽ ബേസിക് സെറ്റപ്പിൽ ഫീറ്റിലാണ്, ഈ മൊത്തം ഫയൽ ഫീറ്റിലോട്ട് കൺവേർട്ട് ആവും. പക്ഷെ എറർ വരത്തില്ല. ഇതല്ലെങ്കിലും എറർ വരത്തില്ല. പക്ഷെ ചില സ്ഥലത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവേണ്ട ചാൻസ് ഉണ്ട് ചില സിറ്റുവേഷനിൽ. നമ്മൾ വിചാരിക്കും ഞാനിത് MM കറക്റ്റ് ആണല്ലോ ഉണ്ടാക്കി, ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെറുതായി പോയി അങ്ങനെ. അപ്പോൾ ആ ഒരു വേരിയേഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം ആക്കിയിട്ട് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഓക്കെ അടിയാം. എന്നിട്ട് എനിക്ക് ഇവിടെ മാനുവലി വേണ്ട ഹൈറ്റ് നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞത് ലെങ്ത് 15 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 14 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഒരു 20 സെൻറ്റിമീറ്റർ വെക്കാം നമുക്ക്. അപ്പം ഞാൻ ഇവിടെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ MM ആദ്യം ഈ സെൻറ്റിമീറ്ററിനെ MM കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. അതൊരു മെത്തേഡ്. ഇല്ലെങ്കിൽ ഈസിയർ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ലെങ്ത് 15 ആണെങ്കിൽ 15 അടിച്ചിട്ട് സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റ് ഏകും, CM ഏകും. എന്നിട്ട് ഞാൻ ഓക്കെ അടിക്കുമ്പോഴേക്കും അത് ഡയറക്റ്റ്ലി MM സിസ്റ്റം തന്നെ കൺവേർട്ട് ചെയ്യുക, TDS Maxന് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് കുറച്ചും കൂടി സിമ്പിളർ മെത്തേഡാണ് നമുക്ക് യൂണിറ്റ് സ്കെയിൽ വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വട്ടം ഒന്നിക്കൽ മെന്റലി കൺവേർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ സൈഡിൽ ഗൂഗിളിലേറ്റം നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അത് കുറച്ച് ചടങ്ങാണ്. അപ്പോൾ ഞാൻ ഇത് മാനുവലി ഇതിപ്പോൾ എന്താണ് 14 സെൻറ്റിമീറ്റർ ആണ്, ഞാൻ 14 CM നേതും, എന്നിട്ട് ഓക്കെ അടിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് പോകും. സിമിലർലി 20 സെൻറ്റിമീറ്റർ, 200 mm. അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് മാനുവലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ഇപ്പോൾ ഇഞ്ചസിലാണെങ്കിൽ സെൻറ്റിമീറ്റർ നമ്മൾ എഴുതിയ പോലെ ഇഞ്ചസ് എഴുതിയാൽ മതി. ഇപ്പോൾ 15 ഇഞ്ച് ആണെങ്കിൽ 15
ഇഞ്ചിന്റെ സിമ്പിൾ ഇല്ലേ നമ്മുടെ കീബോർഡിൽ, എൻ്ററിന്റെ സൈഡിൽ ഒരു അപ്പോസ്ട്രോഫി ഉണ്ട്, ഡബിൾ. ആ ഒരു സംഭവം ഇട്ടിട്ട് ഓക്കെ അടിച്ചാൽ അത് അതനുസരിച്ച് കൺവേർട്ട് ആവും. നമ്മൾ ഐ എന്ന് അടിച്ചാൽ വർക്ക് ആവത്തില്ല, നമ്മൾ ഇഞ്ചസിന്റെ സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാനുവലി പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് അത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. ഞാനിത് മാനുവലി ഇതിനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ എനിക്കിപ്പോൾ എൻ്റെ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ വീണ്ടും ക്രിയേറ്റ് ടാബിലിട്ട് പോകും, സ്പിയർ ക്രിയേറ്റ് ചെയ്യാം. സ്പിയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്പിയർ ക്ലിക്ക് ചെയ്യുക, മൗസ് നമുക്ക് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് മൗസ് പോയിന്റർ വിട്ടിട്ട് ക്ലിക്ക് വിട്ടിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പോൾ കൺഫേം ആവും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നെയിമിങ്ങും കളറും മാറ്റാം. ഇവിടെ ഒന്നുകിൽ ഇവിടെ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റേഡിയസും എല്ലാം നമുക്ക് ഇതിൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഹെമസ്ഫിയർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പകുതി സർക്കിൾ മതി എന്ന് വിചാരിച്ചോ, സ്ഫിയർ മതി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 0.5 ഇടുമ്പോഴേക്കും ഇത് ഹെമസ്ഫിയറിലോട്ട് മാറും. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് കണ്ടോ, ഇത് ഹെമസ്ഫിയർ ആണ്. ഞാൻ ഇതിനെ ഹെമസ്ഫിയറിനെ 1 ആക്കിയാൽ മൊത്തത്തിൽ പോയി, അതിൻ്റെ പകരം 0 ആക്കിയാൽ ഫുള്ള് സെറ്റാവും. അപ്പൊ ഈ ഹെമസ്ഫിയറിന്റെ അടിയിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ചോപ്പ്, സ്ക്വാഷ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ മെഷ് നോക്കണം. മെഷ് വേറെ ഒന്നുമല്ല, ഞാൻ എന്റെ വയർ ഫ്രെയിം കാണിച്ചില്ലേ, ഈ സാധനം. അപ്പൊ ഈ സാധനം നമ്മൾ നോക്കണം. അപ്പൊ എനിക്ക് ഈ നമ്മുടെ ബോക്സിൽ പാരാമീറ്റേഴ്സിൽ നമുക്ക് ഇവിടെ ലെങ്ത് സെഗ്, വിഡ്ത്ത് സെഗ്, ഹൈറ്റ് സെഗ് എന്ന് കാണിക്കുന്നില്ല. ഇത് വേറെ ഒന്നുമല്ല, ഈ കാണുന്ന വയർ ഫ്രെയിം ഇല്ലേ, ഈ ലൂപ്സ്, ഈ ലൂപ്പ് നമുക്ക് മാനുവലി ഇടാൻ പറ്റും. നിലവില് ബോക്സ് സെലക്ട് ചെയ്താൽ ഇതിലൊന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് ലൈൻസ് ഇടാൻ പറ്റും. അപ്പൊ ഈ ലൈൻസ് ഇടണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ 2, 3 അല്ലെങ്കിൽ അങ്ങനെ കൗണ്ട് കൊടുത്താൽ നമുക്ക് കാണാം. ബട്ട് ഇപ്പൊ വീണ്ടും പെർസ്പെക്റ്റീവിൽ വന്ന് ജസ്റ്റ് വ്യൂ പോർട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ലൈൻസ് കാണാൻ പറ്റുന്നില്ല, സ്പിയറിലും ആയിക്കോട്ടെ ഇതിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എഡ്ജ് ഫേസസ് മോഡിലോട്ടാണ് പോകുന്നത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ കീബോർഡിൽ F4 അടിച്ചാൽ മതി. കീബോർഡിൽ F4 അടിച്ചാൽ എഡ്ജ് ഫേസസ് മോഡ്, ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ ഈ ടോപ്പ് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എഡ്ജ് ഫേസസ് ആക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ലൈൻസ് കാണാം, നമുക്ക് മാനുവലി ലൈൻസ് ആഡ് ചെയ്യാം നമുക്ക് വേണ്ട രീതിയിൽ. ഓക്കെ, ഇത് ആഡ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ബേസിക് ഷേപ്പ് അല്ലായിരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ബേസിക് ഷേപ്പ് നമ്മൾ മോഡിഫൈ ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ലൈൻസ് കിട്ടേണ്ടി വരും. അപ്പോൾ ഇതിന്റെ വേർട്ടിസസും എഡ്ജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഷേപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, വേണ്ട ഷേപ്പ്. സോ ബേസിക്കലി അതുപോലെ തന്നെ നമ്മൾ ഇത് റേഡിയസ് സെറ്റ് ചെയ്യുക, ഇതിന്റെ സെഗ്മെന്റ്സ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമുക്കൊരു സർക്കിൾ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഈവൻ നമ്പർ ഇടുമ്പോഴേക്കും നമുക്കൊരു സ്മൂത്ത് സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. അതിന്റെ പകരം ഞാൻ ഓഡ് ഇടുമ്പോഴേക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പാടാവും. അത്രയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ കൂടുതലും ഈവൻ നമ്പേഴ്സിലാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ സ്മൂത്ത് ഓപ്ഷൻ നമ്മൾ അൺടിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ ലൈൻസ് എടുത്ത് കാണാൻ പറ്റും, ഹാർഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്മൂത്ത് ഡീഫോൾട്ട് ആയിട്ട് ഓൺ ആണ് കിടക്കുന്നത്, അത് അങ്ങനെ തന്നെ വിട്ടേക്ക്. എന്നിട്ട് ഹെമസ്ഫിയർ. അപ്പൊ ഹെമസ്ഫിയറിൽ നമുക്ക് ചോപ്പ്, സ്ക്വാഷ്, സ്ലൈസ് ഓൺ, പിന്നെ സ്ലൈസ് ഫ്രം, സ്ലൈസ് ടു, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ചോപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ വാല്യൂ കൂട്ടുമ്പോഴേക്കും നമുക്ക് കാണാം ഹെമസ്ഫിയർ ആവുന്നുണ്ട്. ബട്ട് അതിന്റെ കൂടെ ഈ ലൈൻസും മാഞ്ഞു പോവാണ്, അതായത് ചോപ്പ് ചെയ്ത് പോവാണ് ഈ ലൈൻസ് 0.5. അതിന്റെ പകരം ഞാനിപ്പോ സ്ക്വാഷ് കൊടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ ലൈൻസിനെ എടുത്തു കളയുന്നില്ല, ഇതിനെ നമ്മൾ ഷ്രിങ്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിനെ നമ്മൾ ഷ്രിങ്ക് ആക്കുമ്പോൾ കണ്ടോ, നമ്മൾ ഇട്ട ഈ സെഗ്മെന്റ്സ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്, അതിൽ മൈനസ് ആവുന്നില്ല. ബട്ട് ചോപ്പ് കൊടുക്കുമ്പോഴേക്കും ആ എഡ്ജസിനെല്ലാം കട്ട് ചെയ്യും അങ്ങനെ. സോ ഇതാണ് ഇത് രണ്ടിന്റെയും വ്യത്യാസം. പിന്നെ സ്ലൈസ് ഓൺ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മളെ ആംഗിൾ, അതായത് ഇത് അനക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഡിസൈഡ് ചെയ്യാൻ പറ്റും എവിടെ തൊട്ട് എവിടം വരെയാണ് ഇത്
സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ 32 സ്ലൈസ് ഫ്രം 30 ഡിഗ്രി ടു 300 എന്ന് കൊടുത്താൽ അത് തൊട്ട് അതുവരെ മാത്രമേ ആ ഒരു ഡിഗ്രിയിലോട്ട് മാത്രമേ ഇത് വിസിബിൾ ആവും, ബാക്കി എല്ലാം അത് എടുത്ത് കളയും. പക്ഷെ ഇത് എന്താണ് ചെയ്യുന്നത്? സ്ക്വാഷ് ആണ് ചെയ്യുന്നത്. നമ്മൾ സ്ലൈസ് ഓൺ ആക്കിയാലും സ്ക്വാഷ് ഫീച്ചർ ആണ് യൂസ് ആവുന്നത്. നമ്മളിവിടെ ചോപ്പ് ആണെങ്കിൽ പോലും നമ്മൾ സ്ലൈസ് യൂസ് ചെയ്യുമ്പോൾ സ്ക്വാഷ് ആണ് ആവുന്നത്. സോ ഇതാണ് ഈ ഓപ്ഷൻസ്. അതുപോലെ തന്നെ നമുക്ക് ജനറേറ്റ് മാപ്പിംഗ് കോർഡിനേറ്റ്സ് ഡീഫോൾട്ട് ആയിട്ട് എപ്പോഴും ഓൺ ആണ് കിടക്കുന്നത്. നിങ്ങൾ അത് ഓൺ തന്നെ വിട്ടേക്കുക. അഥവാ അത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് വിടുക. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ടെക്സ്ചർ ചെയ്യുമ്പോൾ ഒരു ബേസിക് നമ്മളൊരു അൺറാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ആ അൺറാപ്പ് പ്രോസസ്സ് കുറച്ചും കൂടെ സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓൺ ആക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ഓണാക്കി വെക്കുക. പിന്നെ റിയൽ വേൾഡ് മാപ്പ് സൈസ് ഉണ്ട്. ഇത് നമ്മൾ ഇടുമ്പോഴേക്കും ഈ ഓബ്ജക്റ്റ് റിയൽ വേൾഡിൽ എത്ര വലുതാണ് ആ ഒരു ഇതിലോട്ട് മാറും. ഇത് ഓഫ് ആണെങ്കിൽ ഈ 3D വ്യൂ സ്പേസിന് അനുസരിച്ചിട്ട് ഈ സൈസിലോട്ട് മാറും. അത്രയേ ഉള്ളൂ. പിന്നെ ബേസ് ടു പിവറ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മളെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലസിന്റെ മുകളിലായിരിക്കണം. അതായത് നമ്മുടെ എക്സ് ആക്സിസിന്റെ ടോപ്പിലായിരിക്കണം എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് ഇപ്പൊ ഈ ക്യൂബ് കടക്കുന്നില്ല, അതുപോലെ ആയിരിക്കണം എല്ലാ ഒബ്ജക്റ്റും കടക്കുന്നത്. നമ്മള് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് കടക്കേണ്ടത്. ഗ്രിഡിന്റെ താഴെ പോകാൻ പാടില്ല. ഗ്രിഡിന്റെ താഴെ പോയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ റെൻഡർ അടിക്കുമ്പോൾ നമ്മളെ റെൻഡർ എഞ്ചിന് ചില സമയത്ത് ആ ഒരു ഏരിയയുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ കുറച്ച് പാടാവും. അതുകൊണ്ട് നമ്മൾ ഗ്രിഡിന്റെ മുകളിലോട്ട് ഇടും. അപ്പൊ നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റ് ഗ്രിഡിന്റെ താഴെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ബേസിലോട്ട്, അതായത് ഈ ഒബ്ജക്റ്റിനെ ഈ ഗ്രിഡിന്റെ മുകളിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ ബേസ് ടു പിവറ്റ് ഒന്നുമല്ല, നമ്മൾ ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറഞ്ഞ ഗിസ്മോ കാണുന്നില്ലേ, ആ ഗിസ്മോന്റെ ടോപ്പിലായിരിക്കും ഈ സാധനം വെക്കുന്നത്. സോ ഇതാണ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ബാക്കി ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് സെയിം ആണ്. ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, പിന്നെ മൗസ് വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് അനക്കിയിട്ട്, അപ്പൊ ഇത് കോൺ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും മൗസ് അണക്കുമ്പോഴേക്കും നമുക്ക് എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഓക്കെ ആയി. അതുപോലെ ടോറസ് ആക്കുവാണ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, എന്നിട്ട് നമ്മൾ മൗസ് ലെഫ്റ്റ് ക്ലിക്ക് വിടും, എന്നിട്ട് മൗസ് അണക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റേഡിയസ് കൊടുക്കാം. വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത റേഡിയസ് കൊടുക്കാം, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ഓക്കെ. സിമിലർലി എനിക്കിപ്പോൾ ട്യൂബാണ് ഉണ്ടാക്കേണ്ടത്, ട്യൂബാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യണം. മൗസ് വിട്ടു, എന്നിട്ട് ജസ്റ്റ് മൗസ് ഞാൻ അനക്കുവാണ്, അത് അനക്കിയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കുക, എന്നിട്ട് വീണ്ടും മൗസ് അനക്കിയാൽ നമുക്ക് ഡയറക്ഷനിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ക്ലിക്ക് ചെയ്യുക, വേണ്ട ഹൈറ്റിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്കൊരു ട്യൂബ് കിട്ടും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിരമിഡും അതുപോലെ തന്നെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക, മൗസ് ലെഫ്റ്റ് ക്ലിക്ക് വിടുക, എന്നിട്ട് മൗസ് അനക്കിയിട്ട് ഹൈറ്റ് ഓക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കുക, പിന്നെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് ഇത് ബേസിക് ഒബ്ജക്ട്സ് ആണ്. ടെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഴുതിയിട്ട് അത് ഒരു മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഇത് കൊടുത്തു, ഒരു ലേഔട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഒന്ന് ടെക്സ്റ്റ് പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ ടെക്സ്റ്റ് പ്ലസിനെ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈയിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ടെക്സ്റ്റ് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ക്യുമെട്രോൺ അക്കാഡമി എന്നത് നമുക്ക് അത് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ നമുക്ക് കുറച്ചുകൂടെ സെറ്റിംഗ്സ് ഉണ്ട്. ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിന്റെ ട്രാക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ഇതിന്റെ ലീഡിങ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ മറ്റേ
എക്സ് സ്കെയിലും വി സ്കെയിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്കൊരു തിക്നെസ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എക്സ്ട്രൂഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊരു തിക്നെസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിന്റെ സെഗ്മെന്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ സെഗ്മെന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ടെക്സ്റ്റ് പോലും നമുക്ക് 3D മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഇതിനെ നമുക്ക് ആനിമേറ്റും കൂടി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആനിമേഷനിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ബേസിക്സ് ഇതിന്റെ പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. നിങ്ങൾ ഏത് ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത് ആ ഫോണ്ടിലോട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്, ഇതിന്റെ വിഡ്ത്ത്, നമുക്ക് എല്ലാം, അതായത് ഇതിന്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക, ഒരു സ്പേസ് കാണുന്നുണ്ടല്ലോ, ഒരു ബോക്സ് പോലെ, അതിന്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് അൺസർഫിറ്റ് ആണ്, ഈ സാധനം അഡ്ജസ്റ്റ് ആണ്. സോ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് നമ്മൾ ക്രിയേറ്റിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് ആണ് കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സിൽ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ബേസിക് മോഡൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡർ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയമണ്ട് പോലത്തെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓയിൽ ടാങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യാൻ, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഹൈറ്റ് വെക്കുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, റിംഗ് വേവ്. അതുപോലെ അപ്പോൾ ഈ ഷേപ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ പ്രോസസ്സിൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷേപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എനിക്ക് പറയേണ്ടത് നമ്മൾ ഇതിനെ എങ്ങനെ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ ഒന്നിക്കൽ എനിക്ക് ഈ ഒബ്ജക്ട്സിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇല്ലെങ്കിൽ എനിക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്താണ് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടോപ്പ് വ്യൂവിൽ വരാം. ഓക്കെ. അപ്പൊ എനിക്ക് ഈ 4 ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ എനിക്കത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സെലക്ട് ചെയ്യാൻ പറ്റും, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ബോർഡർ ഒന്ന് കയറിയാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ ഒബ്ജക്റ്റ് പിന്നെ ഈ ഒബ്ജക്റ്റ്, ഈ 3 ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എങ്ങനെ ഇതിനെ സെലക്ട് ചെയ്യാം? എനിക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാം സെലക്ട് ആവും. അപ്പൊ അത് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് അടുത്ത വേണ്ട ഒബ്ജക്ട്സ് എല്ലാം ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് മാത്രം സെലക്ട് ആവും. കണ്ടോ? സോ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോ എനിക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഡീസെലക്ട് ചെയ്യണം. ഈ കാണുന്ന ഒബ്ജക്ട്സ് ഒക്കെ ഡീസെലക്ട് ചെയ്യണമെങ്കിൽ ഓൾട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തു. ഇതിൽ എനിക്ക് ഈ ക്യൂബും ഈ റിംഗ് വേവും വേണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കീബോർഡിൽ ഓൾട്ട് അമർത്തിയിട്ട് വേണ്ടാത്ത ഒബ്ജക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് ഡീസെലക്ട് ആവും. അപ്പൊ നമ്മൾ പ്രിസം മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ മാനുവലി ഈ മോഡ്സിന്റെ എപ്പോഴും സ്വിച്ച് ചെയ്യാം. അതായത് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വ്യൂവിൽ മാത്രം വർക്ക് ചെയ്യാണ്ട് എല്ലാ വ്യൂവിലോട്ടും സ്വിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞില്ലേ, കീബോർഡിൽ വി അടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ലെഫ്റ്റ് വ്യൂ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ വന്ന് ആക്റ്റീവ് വ്യൂ പോർട്ടിൽ വന്നിട്ട് സെലക്ട് ചെയ്യാം. ആക്റ്റീവ് വ്യൂ പോർട്ട് കുറച്ചുകൂടി നല്ലത് നമുക്ക് വി അടിച്ച് ഈ വ്യൂവിൽ കയറുന്നതാണ്. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് അടിക്കുക, ടോപ്പിന് എഫ്, ഫ്രണ്ടിന് എഫ്, ലെഫ്റ്റിന് എൽ, അങ്ങനെ പെർസ്പെക്റ്റീവിന് പി, ഓർത്തോഗ്രാഫിക്കിന് യു. അപ്പൊ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഓർത്തോഗ്രാഫിക്കിൽ ഒരു ഇതും കൂടി ഉണ്ട്. നമ്മളിപ്പോ ഒരു 2D വ്യൂലാണ്, ലൈക്ക് ലെഫ്റ്റ് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനെ നമ്മൾ പെർസ്പെക്റ്റീവിലല്ല. എന്നിട്ട് നമുക്ക് ഓർത്തോഗ്രാഫിക്കിൽ പോകണമെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് യു അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മള് വേൾഡിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അതായത് ഓൾട്ട് മിഡിൽ സ്ക്രോൾ ബട്ടൺ അടിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യില്ലേ വ്യൂ ചെയ്യാൻ, അതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ ഓർത്തോഗ്രാഫിക്കിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ സാധനത്തിനെ ഈ ക്യൂബിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്താലും മതി. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക്
ഓർത്തോഗ്രാഫിക്കിൽ പോകാൻ പറ്റും. ഈ ക്യൂബ് വെച്ച് നമ്മൾ പെർസ്പെക്റ്റീവിൽ റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ അത് പെർസ്പെക്റ്റീവ് മോഡിൽ മാത്രമേ അത് വർക്ക് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതിന് ഇതൊന്നുമില്ല, എന്താണ് ഓർത്തോഗ്രാഫിക്കിലൊന്നും പോക്കില്ല. ഓൺലി 2D വ്യൂവിൽ നമ്മൾ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അത് ഒരു 2.5D വ്യൂ, അതായത് ഓർത്തോഗ്രാഫിക് വ്യൂവിലോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ഈ സെലക്ഷനിൽ നമുക്ക് കുറച്ച് വെറൈറ്റികളുണ്ട്. അതായത് ഞാനിപ്പോൾ മാനുവലി ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെയല്ല സെലക്ട് ചെയ്തത്, അല്ലാണ്ട് നമുക്ക് മാനുവലി സെലക്ട് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ടൂൾ ബാറിൽ ഈ റെക്ടാങ്കിൾ ഐക്കോണിലുണ്ടോ, റെക്ടാങ്കിൾ സെലക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ റെക്ടാങ്കിൾ സെലക്ഷൻ റീജിയനിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൗസ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോഴേക്കും ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഈ ഡോട്ടഡ് ലൈൻസ് വരുന്നത്, സെലക്ഷന്റെ ലൈൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ വേറെ ബാക്കി മോഡ്സ് ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ഒത്തിരി ഓപ്ഷൻസ് കാണാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ മൗസ് ഹവർ ചെയ്ത് നമ്മൾ ആ ക്ലിക്ക് വിട്ടാൽ നമുക്കിപ്പോൾ റൗണ്ട് സെലക്ഷൻ മോഡാണ്. അപ്പൊ ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത ഈ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഷേപ്പ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത്രയും മാത്രം മതി, എനിക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് ഫെൻസ് സെലക്ഷൻ റീജിയനിലോട്ട് വന്നാൽ നമുക്ക് മാനുവലി ഡിസൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആദ്യം ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം മൗസിനെ ഒരു ഡയറക്ഷനിലോട്ട്, എന്നിട്ട് പിന്നെ മൗസ് ക്ലിക്ക് വിടുക, എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് ഒരു ക്ലിക്ക് പോവുക, എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുക, ക്ലിക്ക് ചെയ്യുക, അടുത്ത സ്ഥലത്തോട്ട് പോവുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ഫോട്ടോഷോപ്പ് നമ്മൾ യൂസ് ചെയ്തില്ലേ, ഫോട്ടോഷോപ്പിൽ പെൻ ടൂൾ യൂസ് ചെയ്തില്ല, അതുപോലെ തന്നെ. അപ്പൊ ആദ്യത്തെ സ്റ്റാർട്ടിങ് നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ്, പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോവാം. എപ്പോഴും ക്ലോസ് ചെയ്യണം, സെലക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയും സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ലാസോ സെലക്ഷൻ ടൂൾ. ബേസിക്കലി ഫോട്ടോഷോപ്പിലെ ലാസോ ടൂൾ ഇല്ല, അതുപോലെ തന്നെ നമുക്ക് ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് ആ ഷേപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെ പോകുന്ന വെച്ചാൽ നമുക്കത് എൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാൽ ആ ഡോട്ടഡ് ലൈൻസ് അത് തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ടോപ്പ് ആൻഡ് എൻഡ്, സ്റ്റാർട്ട് ആൻഡ് എൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്ട് തന്നെ ഞാനിത് വെച്ചാൽ സെലക്ഷൻ ആവും. കാരണം ആ ഡോട്ടഡ് ലൈൻസ് അത് പിന്നെ കണക്ട് ചെയ്യും ബൈ തന്നെ എന്താണ് ആ ലൈൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് വേണ്ട രീതിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് എന്താണ് നമ്മുടെ സ്പ്രേ ബോട്ടിലിന്റെ ഓപ്ഷന്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മളൊരു സർക്കിൾ ഇല്ല, ഈ സർക്കിൾ ഏതൊക്കെ ഒബ്ജക്റ്റിനാണ് തൊടുന്നത് ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിക്കിൽ കൺട്രോൾ അടിച്ചിട്ട് നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാൻ പറ്റും, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ സെലക്ഷൻ മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം, എല്ലാത്തിനും കൺട്രോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സെലക്ഷൻ മോഡ് നമുക്ക് ഫ്യൂച്ചറിൽ ഇത് ബേസിക്കലി ഈ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനല്ല തന്നേക്കുന്നത്, നമുക്ക് അതിനും യൂസ് ചെയ്യാം. ബട്ട് ഇത് മെയിൻലി നമുക്ക് യൂസ് വരുന്നത് നമ്മൾ ഈ ഒബ്ജക്റ്റിൽ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വെർട്ടിസസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്താണ് നമുക്കിത് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്നത്. ഇപ്പൊ നമുക്ക് യൂസ്ഫുൾ ആണ്, പക്ഷെ നമുക്ക് അതിന്റെ മെയിൻ യൂസ് വരുന്നത് ആ സമയത്താണ്. അപ്പൊ അത് നമ്മളൊരു ഫ്യൂച്ചർ ചാപ്റ്റേഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് കുറച്ചും കൂടി വീണ്ടും ഇത് റിപ്പീറ്റ്. ഓക്കെ, അടുത്തത് ഞാൻ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ എന്താണ് സെലക്ഷന്റെ ആ ഒരു ഡോട്ടഡ് ലൈൻസ് ഇല്ലേ, അത് തൊടുന്നത് എല്ലാം സെലക്ട് ആവുക. അതായത് കുറച്ച് പോലും ആ സെലക്ഷൻ തൊട്ടാൽ, ഫോർ എക്സാമ്പിൾ ഈ 3 ഓബ്ജക്റ്റ് ഇതെല്ലാം കുറച്ച് തൊടുന്നില്ല, കുറച്ച് പോലും തൊട്ടാൽ ഇത് സെലക്ട് ആവുന്നുണ്ട്. ഇത് സെലക്ട് ആവേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെലക്ഷൻ വ്യൂവിന്റെ സൈഡിൽ, സെലക്ഷൻ ഓപ്ഷന്റെ സൈഡിൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോ/ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മൗസ് ഹവർ ചെയ്യുമ്പോൾ അവർ നമുക്ക് പറഞ്ഞുതരും എന്താണ് ഈ മോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നുമല്ല, ഞാനിപ്പോൾ ഈ മോഡ് മാറ്റിയാൽ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മോഡ് ചെയ്യാൻ പറ്റും. ആ മോഡ് മാറ്റാൻ പറ്റും. നമ്മൾ വിൻഡോ മോഡിലാണെങ്കിൽ ഇച്ചിരി പോലെ സെലക്ട്, അതിന്റെ ഐക്കോണും അത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ ഇച്ചിരി പോലും ആ സെലക്ഷനിലെ ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ആവും.
ചില സമയത്ത് നമുക്കത് നല്ലതല്ല. നമുക്ക് ഈ ഒരു സാധനം മാത്രം ഡ്രാഗ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മളത് ക്രോസിംഗ് മോഡിലോട്ട് മാറും. ക്രോസിംഗ് മോഡിൽ പറഞ്ഞാൽ ഈ ഗ്രിഡിന്റെ ഉള്ളിൽ, അതായത് ഈ ഡോട്ടഡ് ലൈൻസിന്റെ ഉള്ളിൽ വരുന്ന ഒബ്ജക്റ്റ് മാത്രം, കംപ്ലീറ്റ്ലി ഈ ഡോട്ടഡ് ലൈൻസിന്റെ ഉള്ളിൽ വരുന്നത് മാത്രം, ഈ സെലക്ഷന്റെ ഉള്ളിൽ വരുന്നത് മാത്രം സെലക്ട് ചെയ്യും. കണ്ടോ, നേരത്തെ ഞാൻ ഈ ഡോട്ടഡ് ലൈൻസ് തൊടുന്നതെല്ലാം സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി നമുക്ക് ഗ്രിഡ് ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി. നോർമലി ഞാൻ ഡ്രാഗ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് എവിടെയൊക്കെ ടച്ച് ആവുന്നുണ്ട് ആ എല്ലാ ഓബ്ജക്റ്റും സെലക്ട് ആവും. പക്ഷെ അടുത്ത ഓപ്ഷൻ എടുക്കുമ്പോഴേക്ക് ഈ ബോക്സിന്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ സെലക്ട് ആകത്തുള്ളൂ. അതായത് ഈ ബോക്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഓബ്ജക്റ്റ് വരണം. ഇപ്പൊ ഈ രണ്ട് ഓബ്ജക്റ്റ് മാത്രമാണ് ഞാൻ പകുതിയാണ് ഇട്ടേക്കുന്നത് വിചാരിച്ചത്. എന്നിട്ട് ഞാൻ സെലക്ഷൻ വിട്ട ഒന്നും സെലക്ട് ആകത്തില്ല. കാരണം ഒന്നും ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ആ ഒരു ഓപ്ഷന്റെ ഉള്ളിൽ വന്നിട്ടില്ല, സെലക്ഷന്റെ ഉള്ളിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒബ്ജക്ട്സിനെ മൂവും റൊട്ടേറ്റും സ്കെയിലും ചെയ്യാൻ. ഞാൻ വീണ്ടും പെർസ്പെക്റ്റീവ് മോഡിലോട്ട് വരാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ് മാത്രം ഞാനൊരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ടീപോട്ടിൽ നമുക്ക് ഇവിടെ പാർട്സ് ആയിട്ട് ഇതിന്റെ മോഡിഫിക്കേഷൻ സെറ്റിംഗ്സിൽ നമുക്ക് കാണാം. ഇതിന്റെ സെഗ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പോട്ട് ഈ ടീപോട്ടിന്റെ ഒരു ഷേപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ജസ്റ്റ് ലിഡ്, സ്പൗട്ടും ഹാൻഡിലും റിമൂവ് ചെയ്തിട്ട് ഇതിനെ ഒരു പോട്ടാക്കിയിട്ട് ഇതിന് മാത്രം എടുക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, അതല്ലാണ്ട് എനിക്കിപ്പോ ഈ ഓപ്ഷനെ മൂവ് ചെയ്യണം, അതായത് ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാം. നേരത്തെ നമ്മൾ വ്യൂ പോർട്ടിന്റെ നാവിഗേഷൻ ആണ് പഠിച്ചത്. അതായത് വ്യൂ പോർട്ട് മൊത്തത്തിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, എങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നത്, എങ്ങനെ പാൻ ചെയ്യുന്നത്. സോ ഇതല്ലാണ്ട് ഇത് നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സ്കെയിൽ, അതായത് സൈസ് കൂട്ടാനും പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഏത് ഒബ്ജക്റ്റ് ആണ് മൂവ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 ആക്സിസ് കാണുന്നുണ്ട്. ആ ഏതെങ്കിലും ഒരു ആക്സിസ് പിടിച്ച് നമ്മൾ വലിച്ചാൽ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ആക്സിസ് ആണ് നമ്മൾ പിടിക്കുന്നത് അതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ ആക്സിസ് അല്ല, നമുക്ക് XY അല്ലെങ്കിൽ XZ ആക്സിസിലോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു ലൈൻ കാണുന്നുണ്ട്, ഒരു ബോക്സ് പോലെ. ആ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ നീക്കിയാൽ അത് XZ ആക്സിസിലോട്ടാണ് മൂവ് ആവുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഫ്രീലി ആണ് മൂവ്മെന്റ് വേണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സെന്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഫ്രീലി മൂവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക് ആക്സിസിലാണ് മൂവ് ചെയ്യേണ്ടെങ്കിൽ വീണ്ടും പറയാം, സ്പെസിഫിക് ആക്സിസ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ സ്റ്റിക്ക് പിടിച്ചിട്ട്, ഗിസ്കോന്റെ ഡയറക്ഷൻ സ്റ്റിക്ക് പിടിച്ചിട്ട് നമുക്ക് ഇത് നീക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് XY ആക്സിസ് അല്ലെങ്കിൽ XZ ആക്സിസിലാണെങ്കിൽ ഇതിന്റെ അറ്റം പിടിച്ചിട്ട് നമ്മൾ വലിച്ചാൽ നമുക്ക് ആ ഒരു ആക്സിസിലോട്ട് നീക്കാം. അല്ലെങ്കിൽ ഞാൻ സെന്ററിൽ പിടിച്ചാൽ എനിക്ക് ഫ്രീലി ഏത് ആക്സിസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നീക്കാം. ഓക്കെ, അപ്പൊ ഇത് ആണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെലക്ട് ആൻഡ് റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഗിസ്മോ മാറിയിട്ട് റൊട്ടേഷന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്ങിലോട്ട് മാറി. ഇതിലും അതുപോലെ സെയിം, എനിക്ക് ആക്സിസ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ആക്സിസ് ആണ് വേണ്ടത് ആ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഔട്ടർ ആക്സിസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇത് ഫിക്സ്ഡ് ആക്സിസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ വ്യൂ അനുസരിച്ചിട്ട് ഇതിന്റെ ആക്സിസ് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ തിരിച്ചാൽ കണ്ടോ, ഒരു അൺഈവൻ ഒരു റൊട്ടേഷൻ ആണ് വരുന്നത്. കാരണം ഇത് ഓവറോൾ ഒബ്ജക്റ്റ് വ്യൂ അനുസരിച്ചിട്ട്, അതായത് നമ്മൾ ഏത് ആംഗിളിലാണ് കിടക്കുന്നത് ആ ആംഗിളായിട്ടാണ് ഇത് കിടക്കുന്നത്, ഇതിന്റെ റൊട്ടേഷൻ. പക്ഷെ ഇതിന്റെ ആക്സിസ് ഫിക്സ്ഡ് ആണ്. ഇത് എപ്പോഴും ഈ ഒരു ആക്സിസിൽ മാത്രമാണ്. എന്നിട്ട് നമ്മൾ സെന്ററിൽ പിടിച്ച് തിരിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഏത് ആക്സിസിലും തിരിയും. ഓക്കെ, അതുപോലെ തന്നെ സ്കെയിൽ ചെയ്യാൻ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, സ്കെയിൽ ചെയ്യാൻ. അത് തന്നെ സിമിലർലി നമുക്ക് ആക്സിസ് പിടിച്ച് സ്കെയിൽ ചെയ്യാൻ പറ്റും. യൂണിഫോമിലി വലുതാക്കണം, അതായത് ഒബ്ജക്റ്റ് സൈസ് മൊത്തത്തിൽ വലുതാക്കണമെങ്കിൽ സെന്റർ ഹോൾഡ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്താൽ മതി, വലുതും ചെറുതാക്കാൻ മതി. ഓക്കെ, ബട്ട് നമുക്ക് സ്കെയിലില്
സ്കെയിലിൽ നമുക്ക് വെറൈറ്റി ഉണ്ട്. അപ്പൊ സ്കെയിലിൽ വെറൈറ്റി ഉണ്ട് നിങ്ങൾ മനസ്സിലാവുന്ന ഐക്കോണിന്റെ താഴെ ഒരു ഒരു ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് 3 വെറൈറ്റി ഉണ്ട് സ്കെയിൽ. അപ്പൊ ആദ്യത്തെ നമ്മൾ നോക്കിയത് സെലക്ട് ആൻഡ് യൂണിഫോം സ്കെയിൽ. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ആൻഡ് നോൺ യൂണിഫോം സ്കെയിൽ. അപ്പൊ ഞാൻ ഇത് പിടിച്ചിട്ട് സെന്ററിൽ സ്കെയിൽ ചെയ്താൽ യൂണിഫോം ആണ്, പക്ഷെ ഞാൻ സൈഡ് പിടിച്ച് ചെയ്യുമ്പോഴേക്കും അത് അൺഈവൻ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ യൂണിഫോം എടുത്ത് ഞാൻ സ്കെയിൽ ചെയ്യുമ്പോഴേക്കും ഫ്രണ്ടിലോട്ടാക്കിയ ഫ്രണ്ടിലോട്ട് പോകും, ബാക്കിലോട്ടാക്കിയ സ്ക്വിഷ് ആവും. സ്ക്വിഷ് ആൻഡ് സ്ക്വാഷ് ആണ് ഇവിടെ ആവുന്നത്. ബട്ട് ഞാൻ അൺയൂണിഫോം സ്കെയിലിലോട്ട് പോകുമ്പോഴേക്കും എനിക്കിപ്പോൾ ഒരു ഡയറക്ഷനിൽ തിരിയാൻ പറ്റുന്നുണ്ട് കണ്ടോ, അത് സ്ക്വാഷ് ആവുന്നില്ല ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ഏതാണ് സെലക്ഷൻ മോഡ് സ്കെയിൽ മോഡ് വേണ്ട അത്. പിന്നെ ലാസ്റ്റ് നമുക്ക് സെലക്ട് ആൻഡ് സ്ക്വാഷ് ആണ് വരുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂണിഫോം സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിക്കലും ഓവറോൾ സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഓവറോൾ സ്ക്വാഷ് ചെയ്യുക. അത് ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ ഒരു സ്കെയിൽ മോഡിൽ നമുക്ക് യൂണിഫോം ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല. യൂണിഫോം ആയിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ ആദ്യത്തെ 2 ഓപ്ഷനിൽ ഏതെന്ന് പറഞ്ഞായിരിക്കും. സോ വീണ്ടും പറഞ്ഞുതരാം. നമുക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണമെങ്കിൽ സെലക്ട് ആൻഡ് മൂവ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വേണ്ട ആക്സസ് പിടിക്കുക. അതുപോലെ റൊട്ടേറ്റിന് സെലക്ട് ആൻഡ് റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ സ്കെയിലിന് സെലക്ട് ആൻഡ് സ്കെയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് കിട്ടും. അതിൽ വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവട്ടും ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് മൂവ് ആണ് ചെയ്യേണ്ടത്, റൊട്ടേറ്റ് അല്ല. അപ്പോൾ ഞാൻ കീബോർഡിൽ W അടിച്ചാൽ നമുക്കിത് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ E അടിച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ R അടിച്ചാൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സ്കെയിലിന്റെ അണ്ടറിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇനി അത് വീണ്ടും നമുക്ക് ടോഗിൾ ചെയ്യണമെങ്കിൽ വീണ്ടും R അമർത്തണം. അപ്പോൾ അത് ചേഞ്ച് ആവും. വീണ്ടും R അമർത്തി അത് വീണ്ടും ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിന് ഷോർട്ട് കട്ട്സ് ഉണ്ട്, യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെയാണ് പഠിച്ചത്. ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഒബ്ജക്റ്റ് ട്രാൻസ്ഫോർമേഷൻസ്, പിന്നെ ഗിസ്മോ, പിന്നെ ഒബ്ജക്റ്റിന്റെ പിവറ്റ്, പിന്നെ പിവറ്റിന്റെ സെന്റർ. അതായത് നമുക്ക് ഒബ്ജക്റ്റിന്റെ ഗിസ്മോ ഇല്ല, അതായത് ഈ സാധനമില്ല, ഇതിനെ ഫോക്കസ് ചെയ്യുക. അതായത് ഇതിന്റെ പിവറ്റിന്റെ കുറിച്ച് നമുക്ക് ഒരു ഡെപ്ത് ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാം. നമുക്ക് ഇതും പിന്നെ നമുക്ക് സ്നാപ്പിങ്ങും ഈ മൂന്ന് ടോപ്പിക്ക് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡെപ്തിൽ നമുക്ക് പോവാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു Geometron YouTube channel and we'll see you in the next chapter. Thank you for watching.